മോട്ടറോളയുടെ മോട്ടറോള തിങ്ക്ഫോൺ 2025 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മോട്ടറോള തിങ്ക്ഫോൺ 2025 എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ 6.4 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വന്നേക്കാം. ഇതിൽ ഫുൾ HD റെസൊല്യൂഷനേക്കാളും ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. POLED പാനലുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. പഞ്ചോൾ ഡിസൈൻ ഇതിൽ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. പിന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വന്നേക്കാം. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. 10-bit ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പീക്ക് ബ്രൈറ്റ്നസ് 3000 നിറ്റ്സ് വരെയൊക്കെ വന്നേക്കാം. അപ്പം അത്യാവശ്യം നല്ല ഡിസ്പ്ലേ സൈസും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. പിന്നെ അത്യാവശ്യം ചെറിയൊരു ഡിസ്പ്ലേ സൈസ് ആയിരിക്കും ഇതിൽ വരിക. ഇപ്പോഴത്തെ ഒരു ഇതിൽ 6.4 ഇഞ്ച് എന്ന് പറയുന്നത് അത്യാവശ്യം ചെറിയൊരു ഡിസ്പ്ലേ സൈസാണ് എന്നൊക്കെ തന്നെ പറയാവുന്നതാണ്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. IP68 റേറ്റിംഗ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. അപ്പം ഈ ഫോൺ വാട്ടർ റെസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ഡസ്റ്റ് റെസിസ്റ്റൻ്റ് ഒക്കെ ആയിരിക്കും. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 7300 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇത് തിരക്കേടില്ലാത്തൊരു 5G പ്രോസസ്സറാണ്. പിന്നെ 5G സപ്പോർട്ടൊക്കെ ഇതിലുണ്ടാവുന്നതായിരിക്കും. LPDDR4Xന്റെ റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ ഇതിൽ വരും. ഡോൾബി അറ്റ്മോസിന്റെ സൗണ്ട് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. Android 14 ബേസ് ആയിട്ടുള്ള HelloU സോഫ്റ്റ്വെയർ ഇതിൽ വരും. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വന്നേക്കാം. 50 മെഗാ മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ 13 മെഗാ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും അതുപോലെ തന്നെ 10 മെഗാ ഒരു ടെലിഫോട്ടോ ലെൻസും ഈ ഫോണിൽ വന്നേക്കാം. അപ്പോൾ ടെലിഫോട്ടോ ലെൻസ് അടക്കമുള്ള കാര്യങ്ങൾ ക്യാമറയിൽ വന്നേക്കാം. 32 മെഗാ സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. അപ്പം ഓൺ പേപ്പർ നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഇതിൽ വരുന്നതായിരിക്കും. ബാറ്ററിയുടെ കാര്യത്തിൽ 4310 mAh ബാറ്ററി ആയിരിക്കും ഇതിൽ വരിക. 68 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ വന്നേക്കാം. പിന്നെ 15 വാട്ടിന്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. വയർലെസ് ചാർജിങ് അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ Type-C ചാർജിങ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുമെന്ന് വെച്ചാൽ ഇന്ത്യൻ മാർക്കറ്റിൽ മിക്കവാറും ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഓൾറെഡി മോട്ടറോള എഡ്ജ് 50 നിയോ എന്ന സ്മാർട്ട് ഫോൺ അവൈലബിൾ ആണ്. ഈ ഒരു ഫോൺ മിക്കവാറും ആ ഒരു ഫോണിന്റെ റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കും. അപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ഓൾറെഡി ഇതേ ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു ഫോൺ അവൈലബിൾ ആണ് എന്ന് പറയാവുന്നതാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ മോട്ടറോള എഡ്ജ് 50 നിയോ എന്ന സ്മാർട്ട് ഫോൺ 24,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. ഈ ഒരു ഫോൺ ഗ്ലോബൽ മാർക്കറ്റിലും അതുപോലെ തന്നെ US-ലൊക്കെ ആയിരിക്കും ലോഞ്ച് ചെയ്യുക. അവിടെ ഈ ഫോണിന്റെ വില ഇതിലും കൂടുതലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. മിക്കവാറും 30,000-35,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് വില എത്തിയേക്കാം. ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രമാണ് മോട്ടറോള അത്യാവശ്യം നല്ല രീതിയിൽ ഫോണുകൾ പ്രൈസ് ചെയ്യാറുള്ളത്. എന്തായാലും തിങ്ക്ഫോൺ 2025 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.